ഞങ്ങളുടെ പ്രാണനാഥൻ ഞങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുന്നുണ്ട്. അവൻ ഭവനമൊരുക്കി തീരാറായി. അതിന്റെ പണികൾ തീരാറായി. അവൻ വാനമേഘത്തിൽ ഞങ്ങളെ ചേർക്കാൻ വരാൻ സമയമായി. ഇവിടുന്ന് തന്റെ സഭ പറന്നു പോകാൻ സമയമായി. യേശുവിന്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ദൈവസഭയ്ക്കൊരു പ്രത്യാശ യേശുവിന്റെ വരവ് തന്നെയാണ്. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം പഴയത് കഴിഞ്ഞു. ഇനി മണവാളനായ യേശുവിന്റെ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ട് അവന്റെ വരവിനായി നോക്കി പാർത്തും കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വേർപാടിന്റെ ജീവിതമുണ്ട്. സ്തോത്രം. ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ നോക്കാനുള്ള ഒന്ന് യേശുവിന്റെ വരവ്. സമയങ്ങളും കാലങ്ങളും ഒക്കെ അത് യേശുവിന്റെ വരവിനെ സൂചിപ്പിക്കുന്നുണ്ട്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമെന്ന് പറഞ്ഞു. അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട്, നിങ്ങൾ എത്ര പേർ കണ്ടെന്ന് എനിക്കറിയത്തില്ല. ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് കഠിന ക്ഷാമം നേരിട്ടിരിക്കുന്നു. 73 ആനകളെയാണ് ഭക്ഷണത്തിന് വേണ്ടി അവർ വേർതിരിച്ചിരിക്കുന്നത്. കാരണം ഭക്ഷണമില്ല. കാട്ടിലെ മൃഗങ്ങളാണ് ഇനി അവർക്ക് ഭക്ഷണം. വേറെ വഴിയില്ല. ദൈവജനം പറഞ്ഞു, യേശുവിന്റെ വരവിന് മുൻപ് ക്ഷാമങ്ങൾ ഉണ്ടാകും. ഏതൊക്കെയോ ലോകവാർത്തകൾ യേശുവിന്റെ വരവിനെ നോക്കി പാർക്കുകയാണ്. ആ ലോകവാർത്തകൾ യേശുവിന്റെ വരവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഓരോ സംഭവങ്ങളും യേശുവിന്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. സ്തോത്രം. മനുഷ്യർ സ്വസ്നേഹികളാകും. ശരിയല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ പോലും സ്നേഹമില്ലാത്തൊരു പ്രത്യേക കാലം. അപ്പനു മക്കളോടോ മക്കൾക്ക് അമ്മയോടോ രക്ഷിതാക്കൾക്ക് അപ്പനും അമ്മയോടോ ഒന്നും സ്നേഹമില്ലാത്ത കാലം. അനാഥാലയങ്ങളുടെയും വൃദ്ധസദനങ്ങളുടെയും എണ്ണങ്ങൾ വർദ്ധിക്കുന്നു. അപ്പനും അമ്മമാരെയും ബഹുമാനത്തോടുകൂടെ സംസാരിക്കുവാൻ ശീലമില്ല. ഡ്രഗ്സ് പോലെയുള്ള മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് യൂത്തുകൾ നശിക്കുന്നു. ഇതിൽ പരം വേറെയും അടയാളങ്ങളൊന്നും ഇനി കാണാൻ ഭൂമിയിൽ ഇനി ഉണ്ടെങ്കിലും അധികമൊന്നുമില്ല. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നു. കാലം ഇത് അന്ത്യകാലമാണ്. അതിന്റെ ലക്ഷണങ്ങൾ സകലതും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട പുതിയ ജീവിതത്തിലിരിക്കുന്ന ഒരുവനൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പ്രാണനാഥൻ ഞങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുന്നുണ്ട്. അവൻ ഭവനമൊരുക്കി തീരാറായി. അതിന്റെ പണികൾ തീരാറായി. അവൻ വാനമേഘത്തിൽ ഞങ്ങളെ ചേർക്കാൻ വരാൻ സമയമായി. ഇവിടുന്ന് തന്റെ സഭ പറന്നു പോകാൻ സമയമായി.